ഞങ്ങൾക്ക് 5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തേ കൈക്ക്. അപ്പോൾ 5.5 മണിക്കൂർ കൂടുമ്പോൾ കഴിക്കാൻ ഒരു ഗുളികയുണ്ട്. പനിക്കുമെന്ന് പറഞ്ഞു. നല്ല പനിയുണ്ട്. ഇല്ല 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 അവിടെ മുട്ടിയോ? ഇല്ല മുട്ടിക്കില്ല കേട്ടാ. എന്നാ ചേർത്ത് വയ്ക്കണ്ട. ഉടുപ്പൂരണോ? വേദനിക്കാണ്ടപ്പോ ഒരുത്തരാ. കൈ മേലോട്ട് പൊക്കാവോ? നിന്നോട് ഉടുപ്പിടണ്ടെന്ന് പറഞ്ഞ അപ്പൊ മുമ്പ് ഇടിക്കാൻ വേണ്ടി കരഞ്ഞു. കള്ള പകുതി നിന്റെ നമ്പർ അല്ലേടാ കൊഞ്ച. എവിടെ തൊട്ടാലും കരയുവാണല്ലോ. ഉടുപ്പ് വേണ്ട അല്ലേ? അപ്പൊ ഇന്ന് ഞങ്ങളുടെ അച്ചാച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണേ. അതിന് എല്ലാവർക്കും വയ്യാത്തൊക്കെ കൊണ്ടായതുകൊണ്ട് ഞങ്ങൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. പക്ഷെ രാത്രിയിലെങ്കിലും ഞങ്ങളൊരു ചെറിയ പരിപാടി. അച്ചാച്ചിയുടെ പിറന്നാളെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾ നമ്മൾ ചെയ്യുന്നതാണ്. അച്ചാച്ചിക്ക് ഭയങ്കര കൊച്ചു പിള്ളേരുടെ എക്സൈറ്റ്മെൻറ്റാണ് പിറന്നാൾ. അപ്പോൾ കുഞ്ഞാവ് ജാനുവിനെ കൊണ്ട് ആശുപത്രിയിൽ പോയേക്കുക. ഇപ്പം ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ എന്താ കൊണ്ടുവരും? കേക്ക് കൊണ്ടുവരും. ഇവനും അതേ കേക്ക് കൊടുക്കണം, അച്ചാച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നല്ല പനിയുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഉള്ള പോലെ നമ്മുടെ മുറ്റത്ത് ലൈറ്റൊക്കെ ഇട്ട് ബീഫ് കറി വെച്ച്, കിടുവിൻ്റെ ആഗ്രഹമാണ് ബീഫ് കറി വെച്ച് മുറ്റത്തിരുന്ന് ബീഫ് കറി. കപ്പ വേണോ പൊറോട്ട വേണോ? കപ്പയോ? എന്നാ ബീഫ്. എന്നാ പൊറോട്ടയും ബീഫും ഒക്കെ ആയിട്ട് ഞങ്ങൾ മുറ്റത്ത് ഇരിക്കും. അപ്പൊ കുഞ്ഞിന് അവിടെ ഇങ്ങനെ വിരിച്ചു കൊടുക്കും. കുഞ്ഞിന് ഇങ്ങനെ കിടക്കാൻ അപ്പൻ്റെ കൂടെ വിരിച്ചൊക്കെ. അപ്പൊ വിറകെല്ലാം ഞാൻ വിറകും സാധനം എല്ലാം കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കാലിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മുറി ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞു വന്നായിരുന്നു. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം കുറച്ച് പണികൾ കൂടുതലായിട്ട് ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്ക് കാലൊന്ന് പഴുത്തിട്ടുണ്ട്. മരുന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ കാല് പഴുത്തു ഒന്ന് കരിഞ്ഞു വന്നതായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ അണ്ണാണി ഇവിടെ ഇല്ല. അണ്ണാണി മലപ്പുറത്താണ്, അമ്മൂൻ്റെ കൂടാണ്. അപ്പം അമ്മൂനെ കൂട്ടിക്കൊണ്ട് വരും അല്ലേ ക്ലേ? ഇല്ല ഇതിന് പൊന്നില്ല. കൈകാലി ഇപ്പം 5:30 ആയപ്പോൾ ഗുളിക കൊടുത്തു. ഇനിയപ്പോൾ രാത്രി 11 മണിക്ക് കുഞ്ഞിന് ഗുളികയുണ്ട്. എന്ത് പൊന്നെ പോട്ടെ. ഇല്ല അപ്പ അവിടെ ഒന്നുമില്ല. അതേ കണ്ടോ, ഒന്നുമില്ല. അപ്പ ഇല്ലേ പിന്നെ എന്നാ പേടിക്കേണ്ട കാര്യം എന്നാ വേദന വന്നാലും അപ്പൊ ഓടിച്ചു വിടുവേ. അത് സാരമില്ല. എല്ലാരും കണ്ടോ, എല്ലാരും പറഞ്ഞേ കിടുവിന്റെ വേദന പെട്ടെന്ന് മാറുമെന്ന് എല്ലാരും ഒന്ന് പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞാൽ നടക്കൂല. കമന്റ് ഇട്ടാ നടക്കും അല്ലേ? കമന്റ് ഇടുവല്ലേ? കമന്റ് ഇട്ടാലും പറ്റൂല. ദൈവം അവിടെ കാണണം, എന്നാലേ പറ്റൂ. അപ്പൊ കിടു പറയുന്നത് ദൈവം അവിടെ ഇരുന്നോണ്ട് വീഡിയോ കാണണമെന്നാ. എങ്കിൽ ദൈവവും കൂടെ കമന്റ് ഇട്ടാലേ എന്റെ കുഞ്ഞിനെ ദൈവം കാണണം. ഫോണിലല്ല, അല്ലാണ്ട് ദൈവം കാണണോ? നമുക്ക് ഇന്ന് മുറ്റത്ത് നോക്കണം. മേപ്പോട്ടെ ദൈവം എന്റെ കൊച്ചിന്റെ വേദനയൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. നല്ല ചൂടുണ്ട്. അതൊക്കെ പതുക്കെ കുളിച്ചിട്ട് വന്നിട്ട് വേർക്കുന്നുണ്ടോ? അതൊക്കെ ഓരോരോ പരിപാടികളിലേക്ക് കിടക്കട്ടെ. എടുക്കാനോ? എടാ അപ്പ എങ്ങനെയാടാ എടുത്തോണ്ട് നടക്കുന്നത്? പൊന്നല്ലേടാ. എനിക്ക് പേടിയാ നിനക്ക് വേദനിക്കുമെന്നുള്ളേ. നല്ല ചൂടെന്ന് പറഞ്ഞായിരുന്നു പനിക്കൊന്ന് കേട്ടോ. 5 വയസ്സായപ്പോ എന്തൊക്കെ ത്യാഗം എൻ്റെ കുഞ്ഞ് സഹിക്കുന്നത്. അപ്പൊ പൊന്നിനെ മുറ്റത്തിരുത്തി മെത്തയൊക്കെ വിരിച്ച് തന്ന്, അതായത് കഷിക്ക് കിടക്കണം, പനിക്കുന്നു എന്ന് അച്ചാച്ചിയുടെ പിറന്നാൾ ആഘോഷിക്കുകയും വേണം. അപ്പൊ എല്ലാത്തിനും കൂടെ ഉള്ള സെറ്റപ്പ് ഞാനൊന്ന് ചെയ്തു കൊടുക്കട്ടെ. ഒരു മിനിറ്റ് ഇവിടെ കിട. അപ്പൊ ശരിയാക്കിയിട്ട് ഇപ്പൊ വിളിക്കാവേ. അതുവരെ ഇവിടെ കിടക്കത്തില്ലേ?
ഇല്ല 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 പോട്ടെ. രാവിലെ എത്ര സിപ്പപ്പ് കുടിച്ചു ഇഞ്ചക്ഷന് മുന്നേ? എടകള്ള അല്ലെങ്കിൽ 4 രാവിലെ 4 സിപ്പപ്പ് അടിച്ചിട്ട് നടക്കുക, എന്നിട്ടൊക്കെ ഇഞ്ചക്ഷന് പോയേ. ഇടകള്ള. ഇപ്പൊ വരാം, എടാ ഇപ്പൊ വരാവടാ. എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ പഴുപ്പെല്ലാം ഇപ്പോൾ തൂത്ത് കളഞ്ഞതാണ്. ഇത് പിന്നെയും ആയി. അപ്പോൾ രാത്രിയിലൊന്ന് ആശുപത്രിയിൽ കൂടെ പോവാം. മക്കളിവിടെ കിടാപ്പം എല്ലാം ശരിയാക്കി വെച്ചിട്ട് വിളിക്കാം പൊന്നിനെ. അതുവരെ വിളിക്കാം. അപ്പോൾ ഫാൻ ഇട്ടുതരാം. എന്നാ വാ. അവിടെ ഒരു സാധനം കിടക്കുന്നത് കണ്ടോ? ആരും പേടിക്കണ്ട. തീയും അവനും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്. എങ്കിൽ മാത്രമേ എൻ്റെ ഫോണും കണ്ട് കിടക്കുമ്പോൾ എൻ്റെ കൈക്ക് വേദന ഇച്ചിരി കുറവുണ്ട്. അപ്പേന്ന് സൗണ്ട് കുറക്കടാ. സൗണ്ട് കുറയ്ക്കാനൊക്കെ പറഞ്ഞില്ലേ? ഹലോ, അച്ഛനൊക്കെ കിടക്കുന്നുണ്ടോ? അല്ലല്ലോ. ഇടുവേ, സൗണ്ട് കൂടുതലാ. ഫോണ് വേ. അപ്പൊ ഇതുണ്ടാക്കട്ടെ മതി. അപ്പൊ പറഞ്ഞു എന്തുവാ? അപ്പൊ ഇതുണ്ടാക്കി തുടങ്ങുന്ന വരെ ഫോൺ വെച്ച് കളിക്കാം. സൗണ്ട് കുറയ്ക്കല് മാത്രമല്ല. മോൻ എങ്ങനെയുണ്ട്? പനി എങ്ങനെയുണ്ട്? പറഞ്ഞോ? അപ്പൊ ഈ ഫോണ് വേണ്ടല്ലോ. കുറഞ്ഞില്ലേ? പണി കൊണ്ട് നിന്നാ എടുത്തില്ലേ? വാലടച്ച് ഇപ്പൊ തിരിഞ്ഞോളൂ. ഒരു ബെല്ലടിച്ചാ മതി ചേച്ചി. കുഞ്ഞിനെ കിടന്നുണ്ടോ ബെല്ലടിച്ച് കഴിയുമ്പോൾ ചാടി പറഞ്ഞ ഓട്ട ഓടിയാണോ ചിലപ്പോൾ മറ്റൊരു ഇടിച്ചു നടന്നു. ഞാൻ ഞങ്ങളുടെ ബർത്ത്ഡേക്കാരൻ പോകുന്നുണ്ടോ പശുവിനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മേ എന്തോടുക്കും? അപ്പൊ ഇവിടെ ഇരിക്കാം. എന്നാ അവിടെ കഴിഞ്ഞു. പശു വിളിക്കുന്ന കേട്ടോ ചേച്ചി. എങ്ങനെയുണ്ട് കിടപ്പ്? മഴയും കൂടെ ഉണ്ടെ പൊളിക്കും അല്ലേ? പശു കയറി വരുന്ന സമയം എന്തായാലും ഒരു വടിയും കൊണ്ട് അവിടെ നിൽക്കണം. ഇല്ല അവർ നേരെ കിടുവിൻ്റെ അടുത്തോട്ടേക്ക് വരും. ഗരം മസാല അങ്ങനെ മഴ പെയ്തിരിക്കുന്നു. പരിപാടി പോളി. എന്നെ തോത്തേ എന്റെ ചെടി പോകുന്ന സൂക്ഷിക്കുന്നില്ലെന്ന് തോന്നുന്നു. ആവശ്യമില്ലാത്ത അവർ വെളുത്തുന്ന സ്ഥലത്ത് ആവശ്യമില്ലാതെ കൊണ്ടുവച്ചോ. എന്റെ പൂവങ്ങാനും തൊട്ടാ അങ്ങോട്ട് ഇത് പാടെടുത്തോ മറന്നു. അവിടെ വാങ്ങിച്ചിനടി അവിടെ കയറിപ്പോയി.
ഞങ്ങൾ വീഡിയോയിലുണ്ടെന്നാണ് ഞങ്ങളുടെ വിചാരം. ഞങ്ങളിതാ മുറ്റത്ത് അച്ചാച്ചിയുടെ ബീഫ് കറി ഇതാ അവിടെ, ഹാപ്പി ബർത്ത്ഡേ ഇവിടെ. അപ്പോൾ തോന്നുന്നു കൊതുകൊന്നുമില്ല. അതേ കാറ്റ് ഫാൻ വെച്ചിട്ടുണ്ട്, മുറ്റത്ത് വെട്ടമുണ്ട്, പുതപ്പിച്ച് വെച്ചിട്ടുണ്ട് തണുക്കാതിരിക്കാൻ, കൊതുക് കടിക്കത്തില്ല. പിന്നെന്താ പ്രശ്നം? ഇത് അടി കയറിയോ? ആര്? എടാ പോടക്കല്ല. എന്താ വേണ്ടേ? ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഉറങ്ങണോ? ഉറങ്ങിക്കാം. അപ്പം വിളിച്ചോളാം. മാമൻ വരുമ്പോൾ കേക്ക് മുറിക്കുമ്പോൾ വിളിക്കാം. അപ്പം കെട്ടിപ്പിടിക്കാം. അവൻ ഉറങ്ങുമ്പോൾ ഞാൻ എണീറ്റ് പോകുന്നവന് പേടി, അതുകൊണ്ട് അവൻ ഉറങ്ങാണ്ടിരിക്കുക. മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, നല്ല സൂപ്പർ മഴ പെയ്യുമ്പോൾ അപ്പം ഒരു സൂത്രം ഉണ്ടാക്കി തരും. അവനോട് പോപ്കോൺ മേടിച്ചു തരാൻ പറയട്ടെ. എന്തോ വേണ്ട കുഞ്ഞിന്? മുട്ടായിയോ? ഈ പനിയും പിടിച്ചോ? ഫ്രിഡ്ജിലുള്ള മുട്ടായിയല്ല, തണുക്കാത്ത മുട്ടായി. തണുക്കാത്ത മിഠായിയാ? അപ്പം നമ്മൾ തണുക്കാത്ത മിഠായി മേടിക്കാം. മുട്ടായി ഉടുപ്പിടാൻ പറ്റത്തില്ല, കഴിഞ്ഞിറങ്ങുന്നോണ്ടേ. നമ്മൾ ഉടുപ്പില്ലാണ്ട് അച്ചാച്ചിട്ട് പിറന്നാൾ ആഘോഷിക്കും. അപ്പം ഗെയിം കളിച്ച് കാണിച്ചേരട്ടെ. ഞാനിക്കിടും കൂടെ ഗെയിം കളിക്കാൻ പോണേ കുറച്ച് നേരമേ. ഇതേ ബർത്ത്ഡേ പോയി കറങ്ങി നടക്കുന്നുണ്ടോ? ചായ കൊണ്ടുതരേണ്ടി വരും. അങ്ങനെ എൻ്റെ അമ്മ ചായ ഇട്ട് തരാൻ തുടങ്ങി. അമ്മ അങ്ങനെ ചായ, എൻ്റെ കറിയുടെ മണം വരുന്നുണ്ട്. അമ്മ ചായ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. വരൂ. എൻ്റെ പൊന്നിന് എന്നെ പറ്റി? അവന് മണക്കാൻ പറ്റുന്നില്ലെന്ന്. അത് മൂക്കടഞ്ഞിരിക്കുന്നുണ്ടാ. മൂക്കി കൈയിടില്ല, അത് മൂക്കടഞ്ഞിരിക്കുന്നുണ്ടാ. കുറച്ച് കഴിയുമ്പോൾ മണക്കാൻ പറ്റും കേട്ടോ. ഇന്നേലറോ? ഇന്നേലറൊന്നും മണപ്പിക്കണ്ട. അച്ചാച്ചി മേളിൽ കാടി ഇരിപ്പുണ്ട് കേട്ടോ. കാടി ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് മേളില്. ഞങ്ങൾ കുറച്ച് നേരം ഗെയിം കളിക്കട്ടെ, മാമൻ വരുന്നവരെ. സുലോമ്മ ചായ ഇട്ടു. സുലോമ്മ തന്ന ചായ. എന്ത് പൊന്നെ? മഴയല്ല, അപ്പം മുടി പുറകോട്ടിട്ടാടാ, നനഞ്ഞതാ. വെളിച്ചമൊക്കെ ഉണ്ടെന്ന് കരുതാം. നമ്മുടെ കിടുസാറ് നല്ല ഉറക്കമാണ്. ഉണത്തം കേക്കെടുത്ത് വെച്ചിട്ടുണർത്താം. ഏതാ ബട്ടർ സ്കോച്ചാ? ഇനിയിപ്പോ പ്രശ്നം ഇനി ഇഞ്ചക്ഷൻ എന്നെങ്ങാലും പറഞ്ഞാണ്ടല്ലോ അവൻ അവിടെ. കേക്ക് അച്ചാച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ കുറിക്കണ്ടേ? എണീറ്റേ ബാ. ഗിഫ്റ്റ്, നിന്റെ ഗിഫ്റ്റ്. അച്ചാച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ബാ, മെഴുകുതിരി കത്തിക്കാം നമുക്ക്. മോൻ എണ്ണീക്കാത്തോണ്ട് ഇത്രയും നേരം ഞങ്ങൾ നോക്കിയിരിക്കുവായിരുന്നു. ഇത് കൂട്ടാ എന്തോ? എന്ത്? ഓ ഓ ബാ. എന്തോ കഷ്ടമായിരിക്കും അവിടെ മണിയണ്ടല്ലോ. ആദൂനം കിട്ടിയല്ലോ അല്ലേ? കുണ്ടിക്കിട്ടാ കിട്ടിയേക്കുന്നത്. 2 കുണ്ടിക്കിട്ടും കിട്ടിയവരെ. ആദൂനം കത്തിക്കുന്നുണ്ടോപ്പാ? കത്തിക്കട്ടെ ലൈറ്റർ വെച്ച്. നോക്കിയാ ലൈറ്റർ വെച്ച് കത്തിക്കുന്ന നോക്കിയേ. കുഞ്ഞിന്റെ ഗിഫ്റ്റ് കൊടുക്കടാ കുഞ്ഞാ. ഗിഫ്റ്റ് ഇതാ അച്ചാച്ചിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ്. ഇപ്പൊ കൊടുക്കണ്ടേ? പൊള്ളിക്കല്ലേ? ഇല്ല. കണ്ണൂർ അച്ചാച്ചിക്ക് കേക്ക് കൊടുക്കണ്ടേ? അച്ചാച്ചി കൊടുത്തേ. ഏറ്റവും വലിയ ഗിഫ്റ്റ് 1000 ഉമ്മ തന്നു.
എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കണ്ടേ? കേക്ക് മുറിച്ചിട്ട് ഗിഫ്റ്റ് പൊട്ടിക്കണേ. മോനാണോ മുറിക്കുന്നേ? ആ കേക്ക് കുഞ്ഞാ മുറിക്കുന്നത്. ഇവിടെ ഊതണേ. അച്ചാച്ചി അപ്പയുടെ മടിയിൽ ഊതിയിട്ട് മുറിക്കും. ഊതിക്ക് ഊതിക്ക് പണ്ടൊത്തിരി സ്റ്റാർട്ട് ഊതണേ. മോനാണോ കേക്ക് മുറിക്കുന്നേ? കത്തി 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 പിടിച്ച് കത്തി പിടിച്ച്. പനിയുടെ ഭയങ്കര ഇഞ്ചക്ഷന്റെ മോൻ പറഞ്ഞിട്ടാ ഇന്ന് കേക്ക് വാങ്ങിച്ച. അച്ചാച്ചിയുടെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങിക്കണം, എനിക്ക് കേക്ക് മുറിക്കണം. ഊതുന്നു ഊതുന്നു കുഞ്ഞിന്റെ സംഭവം. ഇതിന് ഞാൻ ഊതാം. എല്ലാം ഊതിക്കോ. ആ ഉപ്പരുത്. കൈ കൊട്ടമ്മേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ മാത്രമേ ഉള്ളൂ പാടാൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ അച്ചാച്ചി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അച്ചാച്ചിക്ക അല്ല അന്നല്ലേ ആദ്യം കുഞ്ഞാവയ്ക്ക് അയച്ചു. നീ കഴിക്കും നീ കഴിക്കും. ഇനി സുലൂര് നാക്കെ തൊട്ടാ മതി. കയ്യിലങ്ങ് വാങ്ങില്ല. എനിക്ക് ഷുഗർ. നീ കയ്യിലങ്ങ് വാങ്ങിയില്ല. നീ കഴിക്കണ്ട. കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തരുന്നതല്ല. എനിക്ക് ഷുഗറാ. ഞാൻ അതോടുകൂടി കഴിഞ്ഞാൽ ഈ ഒരു കേക്ക് മൊത്തം ഞാൻ തിന്നെ വന്നു. കിടുവിൻ്റെ ആഗ്രഹമായിരുന്നു കേക്ക് വെട്ടണമെന്ന്. ഇതതുപോലെ എടുത്ത് നല്ല കേക്കാം. ഇതതുപോലെ എടുത്ത് ഫ്രിഡ്ജ് പോയി. എന്തിനാ? ഞാനും എൻ്റെ പട്ടികളും ഞങ്ങളും എല്ലാവരും കഴിക്കും. ഇത് കഴിയുമ്പോൾ ചോക്ലേറ്റ് വേണം. പിന്നെ ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞു. നല്ല വേദനയുണ്ടോ? അവനൊന്നും പറ്റും. മണിയണ്ണന്റെ അവിടെ എന്തെങ്കിലും കഷ്ടമായിരിക്കും. അവന്റെ രണ്ട് ചന്തിക്കും ഒരുപാട് ടേസ്റ്റ് ആയി കേക്ക്. ഇത്രയും കാലം ഇവിടെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇവിടുന്ന് വാങ്ങിച്ചു. എനിക്ക് പേടി കഴിക്കാൻ. ചോറില്ലാത്ത ഒരു കേക്കിന്റെ പകുതി കൂടുതൽ തിന്നുകൊണ്ടാ വെറുതെ ഈ ഒറ്റ മാസമായി ഉണ്ട്. എന്നാലും അതെ ഇനിയിപ്പോ നമ്മൾ ബൗണ്ടറിയിലേ ഇല്ല. ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് വേണം എനിക്ക് ഇഷ്ടമുള്ള സംഭവം ഇത് ചെയ്യാൻ. എന്റെ മോൻ ആക്റ്റീവായി. ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല. നല്ല നല്ല റാമിന് മേടിച്ചാ ബട്ടർ സ്കോച്ച് നല്ല ടേസ്റ്റ്. മോനെ അച്ചാച്ചയുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണ്ടായോ? ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യട്ടെ. മോനെ എന്റെ കിടുമോൻ ആക്റ്റീവായ. ബാക്കി ആരും ഈ സെക്കൻഡ് വരെ എന്നെ വിഷ് ചെയ്തില്ല. പക്ഷെ എൻ്റെ കേരള ബാങ്ക് എനിക്ക് അവിടെ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ. കറക്റ്റ് 11:41 ആ ഒരു ബാങ്ക് ഒരു മെസ്സേജ് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ പെൻഷൻ വന്നായിരിക്കും നർമാദിക്കാവുന്ന നോക്കിയപ്പോൾ നിന്നെ കലുവരയിൽ വന്നിട്ടുണ്ടോ? എന്തോ നിന്റെ ബർത്ത്ഡേ എനിക്കിത് ആദ്യം ഒന്നാ ഞാൻ പറയട്ടെ, എൻ്റെ ഷർട്ട് എപ്പോൾ നോക്കിയാലും ഞാൻ ഷർട്ട് ഇട്ട അച്ചാച്ചിക്ക് ഷർട്ടില്ല ലീവ് പറയും. ഒരു ഷർട്ടായിരിക്കും കറക്റ്റ്. അച്ചാച്ചി എന്താ ഷർട്ടില്ലാത്ത ഇതിന്റെ പച്ചയുണ്ട് ഇതില്ല. അപ്പോൾ പോകും കൊണ്ട് അച്ചാച്ചിയുടെ അലമാരി സൂക്ഷിച്ച് വെച്ചേരാ. അല്ലെ അച്ചാച്ചി നാളെ ഉണ്ടല്ലോ ഇത് വിട്ടുകൊണ്ട് പോത്തിനെ തീറ്റാൻ പോകും. സാരമില്ല, ഒന്നും കുഴപ്പമില്ല. ഇതിന് നമുക്ക് അച്ചാച്ചിയുടെ 8 മുണ്ട് ഇറക്കാൻ കൊടുക്കും. അച്ചാച്ചി ഷർട്ട് കുറവാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പോയാലങ്ങ് പോവാം. എൻ്റെ മോൻ ഈ ബർത്ത്ഡേക്ക് കട്ട് ചെയ്തപ്പോൾ നീ ഇല്ലായിരുന്നല്ലോ. എൻ്റെ പൊന്ന് കഴിക്കും. ഞാൻ കൊടുക്കാം. എൻ്റെ പൊന്നു ഞാൻ മടി ചൊല്ലി കൊടുത്തോളെ അലമാരി സൂക്ഷിച്ച് വെച്ചത്. എവിടെയെങ്കിലും പാന്നായിരുന്നു ഒരു 8 മുണ്ടും ഈ ഒരു ഷർട്ട് വേപ്പിക്കുക. മുണ്ട് ഒരു വർഷത്തേക്കുണ്ട്. ഈ കയ്യുടെ ഒരു കാര്യം എല്ലായിടത്തും പുലിയെ ഓടിക്കാനാ. ഹാഫ് കൈ എല്ലാം എൻ്റെ പൊന്നാറോടെ കിടക്കുന്നത്. എടുക്കണമെന്നോ അത്രയും നേരം ഫോൺ കണ്ടെങ്കിലും ഫോണും തിരിച്ചു വന്നിട്ട് അങ്ങനെ തൊടാൻ പറ്റൂല. വേണ്ട
അവനെ അകത്തേക്ക് ഇടാനാ ഞാൻ എടുത്തിട്ടില്ലേ വേണ്ട അവിടെ ഉറങ്ങിക്കോളാം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു 10-15 ദിവസത്തെ വീഡിയോയ്ക്കുള്ളിൽ 3-4 ബർത്ത്ഡേ കാണിക്കുന്നു. കുഞ്ഞാവയുടെ ബർത്ത്ഡേ വന്നു, കിടുവിൻ്റെ ബർത്ത്ഡേ, ആ പിന്നെ അച്ചാച്ചിയുടെ ബർത്ത്ഡേ. അങ്ങനെ ബർത്ത്ഡേ ഞങ്ങൾ അതില്ല. അതുപോലെ ഞങ്ങളിത് നല്ലവണ്ണം ആഘോഷിച്ചതിന് ഒരു നിമിഷം ഈ ഭൂമി ജീവിക്കുന്ന വലിയ സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ഈ പ്രായം വരെ ജീവിച്ചാൽ എനിക്ക് വലിയ സന്തോഷമുണ്ടത്. മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ആകെപ്പാടെ ഉണ്ടെന്ന് പറയാൻ നീണ്ട കിടക്കുന്നു. അതിൽ നിന്ന് ഒരു പ്രതിരോധ കുത്തിവെപ്പ് വെച്ചാൽ പനി അടിച്ചു. പക്ഷേ എന്നാലും ഇന്നും രാത്രി മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഞാനോ ചമക്കുന്നു. ഏത് സൈഡാടാ പിന്നെ എങ്ങനെ എടുത്തോണ്ട് നടക്കുന്നേ? അപ്പൊ കുഞ്ഞാ എന്തെടുക്കും അമ്മേ? കുഞ്ഞാൾക്ക് പോണം. ആരോ വിളിച്ചു. ഇത്ര സ്നേഹിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തതാ. രാത്രി കിടന്ന് കരഞ്ഞാലും എടുത്തോണ്ട് നടക്കാൻ ആളുണ്ടല്ലോ എന്ന്. അതല്ലേ സത്യം, അതല്ലേ സത്യം. ഇപ്പൊ ചിരിച്ചല്ലേടാ? എന്നൊന്ന് ചിരിച്ചേ. തിന്നണേ തിന്നിട്ടെടുക്കാം. എനിക്ക് ഇന്ന് നിൻ്റെ കയ്യിൽ നിന്ന് ഒരു തവി ചോറും ഒരു 2 കഷ്ണം ബീഫും വേണം. വിളമ്പാൻ പറ്റുമോ? കണ്ടാ ഞാൻ വെച്ച ബീഫ് കറിയുടെ ഭംഗി. വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ അച്ചാച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു അച്ചാച്ചി. എനിക്കെന്നും ഹാപ്പി അല്ലേ? ഇട്ടില്ലമ്മേ, അല്ലാതെ തന്നെ ഭയങ്കര രുചി. ഞാൻ കുറച്ച് പെരിഞ്ചീരകം അല്ലാണ്ട് ഇട്ടായിരുന്നു, നല്ല അറിയാലോ. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞു, ഫുള്ള് റെഡിയായി. ഇനി 2 കസേര എൻ്റെ കുഞ്ഞാവൻ അടുപ്പിൻ്റെ കല്ലുള്ളൂ. അടുപ്പിൻ്റെ കല്ല് ചൂടായില്ല, അതുകൂടെ എടുത്ത് വെച്ചേനെ. അണ്ണാണിയായിരിക്കും.